പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന ഓരോ അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനിടയായി തീർന്നു. ഇന്നും ദൈവത്തിൽ നിന്ന് കേൾപ്പാനായിട്ട് നമുക്ക് മനസ്സ് വെക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാനിടയാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. Mark chapter 15 verse 5. Mark chapter 15 verse 5. But Jesus still answered nothing, so that Pilate marveled. വായിച്ചാട്ടെ. യേശു പിന്നെയും ഉത്തരമൊന്നും പറയായാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. നമ്മൾ ഈ വാക്ക് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ സാഹചര്യം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പീലാത്തോസിൻ്റെ മുമ്പിലാണ്. ഹി ഈസ് സ്റ്റാൻഡിങ് ബിഫോർ പൈലറ്റ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഹി ഈസ് സപ്പോസ് ടു ആൻസർ. പീലാത്തോസ് പൂർണ്ണ അധികാരമുള്ള മനുഷ്യനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാനോ ജീവനോടെ വിടുവാനോ ഉള്ള പൂർണ്ണ അധികാരമുള്ള മനുഷ്യനാണ് പീലാത്തോസ്. ആ പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു കർത്താവ് ഒന്നും പറയാതെ മിണ്ടാതെ ഇരുന്നു. കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിച്ചൊരു ഭാഗം ഇതായിരുന്നു. നമ്മളുടെ ജീവിതത്തിലൊക്കെയും വിവിധ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകാനായിട്ടിടയായിത്തീരും. ആ വിവിധ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിനായിരിക്കാം ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുന്നത്. അപ്പം അത് ന്യായമായ ഒരു കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു, അതിന് ന്യായമായിട്ട് ഒരു വഴക്ക് കേൾക്കുന്നു, ദാറ്റ്സ് ഫൈൻ. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വഴക്ക് കേൾക്കുമ്പോഴോ, even though we have not done anything wrong, according to our best of our knowledge, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്, അപ്പോഴും നിരന്തരമായി നമ്മൾക്കെതിരെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഫേസ് ചെയ്തൊരു യഥാർത്ഥത്തിലെ ഒരു കാര്യമായിരുന്നു. ഓരോ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കള്ളത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അത് ഒന്നും രണ്ടും അല്ല. ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മിണ്ടാതെ നിന്നു. പിന്നെ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു മിണ്ടാതെ നിന്നു. എല്ലാവരുടെയും മുമ്പിൽ, സ്നേഹത്തിൻ്റെ സംഘത്തിൻ്റെ മുമ്പിൽ മിണ്ടാതെ നിന്നു. പല കാര്യങ്ങളും പലതും ഒന്നും പറഞ്ഞില്ല. ഒരു ഡിഫെൻഡും ചെയ്യാനായിട്ട് മനസ്സില്ലാത്തവനായി അവിടെ നിന്നു. ഇപ്പോൾ ഒടുവിൽ പീലാത്തോസിന് മുമ്പിലും നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു മിണ്ടാതെ നിൽക്കുന്നതായിട്ടുള്ള കാര്യം. അത് കാണുമ്പോൾ പീലാത്തോസിന് ആശ്ചര്യപ്പെട്ടു. വാട്ട് സോർട്ട് ഓഫ് പേഴ്സൺ ഇസ് ദിസ്? ഇങ്ങനെയുള്ളൊരു വ്യക്തി ആരാണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മളെയും കർത്താവ് ഇതേപോലത്തെ ഒത്തിരി സാഹചര്യങ്ങളിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടത്തിവിടുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? നമ്മൾ നമ്മുടേതായിട്ടുള്ള റൈറ്റുകൾ പറയുന്നു, നമ്മളതിനകത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ടല്ലേ, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ യേശുവിനെ പോലെ ആണോ നമ്മളെന്നുള്ളൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചൊവ്വാഴ്ച നമ്മൾ കേട്ട ചില കാര്യങ്ങളുടെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം, യേശുവിൻ്റെ സ്വഭാവം ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴും ഹി വാസ് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ്, ഹി വാസ് കംപ്ലീറ്റ്ലി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പം ഇത് കണ്ടപ്പോൾ ജാതീയനായ ഒരു വ്യക്തി ആശ്ചര്യപ്പെട്ടു. നമ്മളുടെ വീടുകളിലെ പല കോൺവെർസേഷന് മധ്യത്തിൽ ആർ വി ലൈക്ക് ജീസസ്? നമ്മൾ യേശുവിനെ പോലെയാണോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളാരും, ശരിക്കും പറഞ്ഞാൽ ജീവിതം ഫേസ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശരിയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? ഒരു ജാതീയമായ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ഈ യേശുവിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടതുപോലെ നമ്മളെക്കുറിച്ചും ആശ്ചര്യപ്പെടുമോ? അതോ മറിച്ച് ഇതെന്തൊരു വിശ്വാസി എന്ന് ചിന്തിച്ചോ? എന്ന് ചിന്തിച്ചോ? കർത്താവ് യേശു ക്രിസ്തു മരിച്ചതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതേ അധ്യായത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ചാപ്റ്റർ 15 വേഴ്സ് 39, 39-ാമത്തെ വാക്യം. ഒരു ശതാധിപൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് വായിക്കാം. ട്രൂലി ദിസ് മാൻ വാസ് ദ സൺ ഓഫ് ഗോഡ്. ഒരു ശതാധിപനായ മനുഷ്യൻ, അവനും വിശ്വാസിയോ യഹൂദനോ ഒന്നുമല്ല. ആ വ്യക്തി യേശു കർത്താവിൻ്റെ മരണം കണ്ടതിന് ശേഷം, യേശു ക്രിസ്തുവിൻ്റെ മരണം കണ്ടതിന് ശേഷം അന്നേരം പറയുന്നത് ട്രൂലി ഹീ ഈസ് എ സൺ ഓഫ് ഗോഡ്. യഥാർത്ഥത്തിൽ ഒരു ദൈവമനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ദൈവമകനായിരുന്നു എന്നുള്ളൊരു കാര്യം
സാക്ഷ്യം പറഞ്ഞതാണ് ഒരു ശതാധിപനായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ സാഹചര്യങ്ങളുടെ നമ്മളുടെ റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മളെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളത്. കർത്താവായ യേശു ക്രിസ്തു പോലും നമ്മളെടുക്ക വിധിക്കരുത് എന്ന് പറയുമ്പോൾ, പക്ഷേ വിധിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളുടെ റിയാക്ഷൻസിനെ നമുക്ക് വിധിക്കരുതെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കണം, നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മാവിൽ നിന്ന് തേങ്ങ വീണ് കഴിഞ്ഞാൽ അത് മാങ്ങയാണെന്ന് പറയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയരുത് എന്നൊന്നും കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ വിവേചിച്ചറിയണമെന്ന് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ മരണം കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മരണം കണ്ടു കഴിഞ്ഞപ്പോൾ ശതാധിപൻ പറഞ്ഞു, ദിസ് ഇസ് റിയലി എ സൺ ഓഫ് ഗോഡ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പോലെ തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതേ അധ്യായത്തിൽ പിന്നീട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം പീലാത്തോസിൻ്റെ അടുക്കൽ പിന്നെയും ഈ കേസ് വരികയാണ്. 44-ാമത്തെ വാക്യം, വേഴ്സ് 44. അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൻ യോസേഫിന് നൽകി. ഇവിടെ പറയുന്നത്, പൈലറ്റ് മാർവെൽഡ് ദാറ്റ് ഹി വാസ് ഓൾറെഡി ഡെഡ്. പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തു ഇത്ര പെട്ടെന്ന് മരിച്ചുവോ എന്നുള്ളതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മനസ്സിലാക്കണം, ഇപ്പോൾ നമുക്കറിയാം ഈ ക്രൂശ് മരണം എന്ന് പറഞ്ഞത് ഒരു സ്ലോ ഡെത്താണ്. അത് പെട്ടെന്നൊന്നും മരിക്കത്തില്ല, പതുക്കെ പതുക്കെ മരിക്കുള്ളൂ. ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂശിൽ തന്നെ കിടക്കും, മരിക്കാതെ തന്നെ കിടക്കും. അതവർക്കറിയാം. അപ്പോൾ അത് പീലാത്തോസിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് പീലാത്തോസ് ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് ഇദ്ദേഹം മരിച്ചുവോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു യാത്രയല്ല കർത്താവിനെക്കുറിച്ച്, അല്ലേ? കർത്താവിനെക്കുറിച്ച് കർത്താവ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്ത ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നിങ്ങൾ എടുത്തൊരു ഭാഗം ഓർക്കുന്നുണ്ടായിരുന്നു. പത്രോസിനോട് പറയുകയാണ്, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ബാപ്റ്റിസമുണ്ട്, ആ ബാപ്റ്റിസത്തിലോട്ട് ഞാൻ പോകും. അതെന്തായിരുന്നു? എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ക്രൂശ് മരണം. ആ ക്രൂശ് മരണത്തിലേക്ക് കർത്താവ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോഴും ഒക്കെ കർത്താവിൻ്റെ മനസ്സിലുണ്ട്, ഒരു വീണ്ടെടുപ്പ് ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, ആ മരണത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അദ്ദേഹം പൂർണ്ണമായും സ്വസ്ഥനായി ആ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവിൻ്റെ ഹിതമാണ് എന്ന്, പിതാവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു കാര്യത്തിനകത്ത് പിന്നെ ഒന്നും മിണ്ടാനില്ല. അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ക്രൂശിൽ ഏൽക്കുവാനായിട്ട് ധൈര്യത്തോടു കൂടെ പോകാൻ പത്രോസ് തൻ്റെ വാൾ ഊരി വെട്ടിയപ്പോഴും, എൻ്റെ പിതാവ് വെച്ചിരിക്കുന്ന ക്രൂശ് ഞാൻ കടന്നു പോകണ്ടേ എന്നുള്ള അർത്ഥത്തിൽ പത്രോസിനോട് പോലും സംസാരിക്കുവാൻ കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സ് വെച്ചതെന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഹി നോ വാട്ട് വാസ് കെപ്റ്റ് ഫോർ ഹിം. ഇത് നമ്മളുടെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളുടെ ക്യാരക്ടറിനെയാണ് വിളിച്ചു ചോദിക്കുന്നത്. കാരണം നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കാനായിട്ട് തുടങ്ങിയിട്ട് പലരെ സംബന്ധിച്ചിടത്തോളം അത് സാക്ഷ്യമായിട്ട് പറയാനായിട്ട് കഴിയും, ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ജേർണി, അല്ലേ? നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കാനായിട്ട് തുടങ്ങി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, let us read that verse, 2 Corinthians chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പം പാപം അറിയാത്തവനായ ഒരു വ്യക്തിയെ നമുക്ക് വേണ്ടി അവനെ എന്താക്കി? അവനെ പാപമാക്കി, അല്ലെങ്കിൽ പാപിയാക്കി എന്നുള്ളൊരു നിലയിൽ, അവനെ പാപിയാണ് എന്നുള്ള നിലയിൽ മുദ്ര കുത്തപ്പെടുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, പാപം അറിയാത്തവനായ, പാപം തീണ്ടാത്തവനായ യേശു ക്രിസ്തു, he did not sin but he took our sin upon him, and now that becomes even more painful. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത് ന്യായമായ കാര്യം, അതും വേദനാജനകമാണെങ്കിൽ പോലും അതിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടാണെന്ന്. എന്നാൽ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി താൻ ആ കുറ്റം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വേദനയുണ്ട്. മനസ്സിലായോ? താൻ ഒരിക്കലും ആ തെറ്റ് ചെയ്തില്ല, അപ്പോഴും ഞാൻ ശിക്ഷ അനുഭവിക്കുന്നല്ലോ എന്നോർക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതേ നിലയിൽ ആ വേദനയിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിവിധ സാഹചര്യങ്ങളിലൂടെ കർത്താവ് കടത്തിവിടുമ്പോൾ നമ്മളുടെ സ്വഭാവങ്ങൾ വെളിപ്പെടുകയാണ്. ദാറ്റ് ഗീവ്സ് us an indication what we are. നമ്മൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ ആ വാക്യം ഒന്ന് വായിച്ചേ, 5:17, 2 Corinthians 5:17.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈസ് എ ന്യൂ ക്രിയേഷൻ. ഹൗ ഫാർ യു ബിലീവ് that everything is changing in his life. Every aspect in his life is changing. His character itself is changing. Can God change our character? Can God change our character? Yes. He can change our character. നമുക്കറിയാം ഇത് കർത്താവ് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളും ചിന്തിച്ചതുപോലെ സ്റ്റെഫാനോസിൻ്റെ ജീവിതത്തിലും ഇതേ രീതിയിൽ കടന്നുപോയപ്പോൾ he behaved differently. That is not how normally a human being will behave. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ക്രൂശിലേക്ക് പോയ അല്ലെങ്കിൽ സമാനമായ മരണത്തിലേക്ക് പോയ അനേക സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സാക്ഷ്യം പറയാൻ പറ്റുന്ന അവരുടെയും ടെസ്റ്റിമണി ഏകദേശം സംതിങ് സിമിലർ ആയിരുന്നു. The Lord is transforming in their life. ദൈവം അവരുടെ ജീവിതത്തിൽ അവരിന്ന് നാച്ചുറലി അങ്ങനെയല്ല. നമുക്കറിയാം പത്രോസ് എന്ന് പറഞ്ഞാൽ പത്രോസ് നാച്ചുറലി വാളെടുത്ത് വെട്ടാനുള്ള രീതിയിലുള്ള മനസ്സുള്ളവനാണ് പത്രോസ്. ആ പത്രോസിൻ്റെ ഒടുവിലത്തേക്ക് വരുമ്പോൾ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. മരണത്തിലേക്ക് പോകാനായിട്ടും തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകും. സോ ദാറ്റ് ഇസ് കോൾഡ് ദ ട്രാൻസ്ഫോർമേഷൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയ കർത്താവ്. അപ്പം സോ വി ഓൾ സ്റ്റാർട്ടഡ് ദറ്റ് ജേർണി. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ ക്രിസ്തീയ ജീവിതത്തിനും പറയാനായിട്ട് വരണം 5:17 നമ്മുടെ അവകാശമാണ്. 5:17 ഒന്നുകൂടെ വായിക്കാമോ? ദാറ്റ് ഇസ് അവർ പ്രോമിസ് ഗോഡ് ഹസ് ഗിവൻ us. എന്താണ് വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. 5:17 ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യെസ്, 5:17 നമ്മൾ വായിക്കും. Therefore if anyone is in Christ he is a new creation. All things have passed away. Behold, all things have become new. So God's given us something new totally. നമുക്കൊരു പുതിയൊരു ഹൃദയം തരികയാണ്, നല്ലൊരു പുതിയൊരു മനസ്സാക്ഷി തരികയാണ്, നമ്മുടെ ഒരു പുതിയൊരു തുടക്കം തരികയാണ്. എല്ലാം കർത്താവായ യേശു ക്രിസ്തു പുതുതാക്കിയാണ്. നമ്മുടെ അക്കൗണ്ട് ഇസ് മെയ്ഡ് ന്യൂ ആൻഡ് വി ഹാവ് ബീൻ ഗിവൺ എ ന്യൂ. കർത്താവിൻ്റെ റൈച്ചസ് റോബ് നമുക്ക് തരികയാണ്. എവറിത്തിങ് ഈസ് മെയ്ഡ് ന്യൂ. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ശരീരം സെയിം ആണ്, നമ്മുടെ ഫിസിക്കൽ ബോഡിയൊക്കെ സെയിം ആണ്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ സെയിം ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു പുതിയ ഒരു വർക്ക് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വളരുവാനായിട്ട് തുടങ്ങിയാണ്. നമുക്ക് ആ കൊച്ചു കുഞ്ഞ് വളർന്ന് ഒരു ബാല്യക്കാരനായി അത് കഴിഞ്ഞ് പ്രായമുള്ളൊരു പിതാവാകുന്ന നിലയിൽ വളരുന്നത് പോലെ അതൊരു വളർച്ചയുടെ ഘട്ടമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതിപ്പോൾ എവിടെ ആയിരിക്കുന്നു? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങിക്കാണും. ആ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോഴത്തെ ഒടുവ് വരെ അവിടെ തന്നെ നിൽക്കുകയാണോ? മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് ദിസ് ജേർണി ഇസ് ജസ്റ്റ് എ സ്റ്റാഗ്നന്റ് ജേർണി. യു ജസ്റ്റ് ബിക്കം ബോൺ അഗെയിൻ, യു കം ടു ദ ചർച്ച് ആൻഡ് യു അറ്റൻഡ് ദ ചർച്ച് ആൻഡ് യു സ്റ്റേ ദെയർ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വൺ ഡേ യു വിൽ ഡൈ ആൻഡ് ദെൻ യു വിൽ ഗോ ടു ദ ഹെവൻ. That's not what it is. നമ്മൾ തുടങ്ങുന്നു, ആ യാത്ര മുമ്പോട്ട് പോകുന്നു, നമ്മൾ വളരുന്നു, ആത്മീയ ജീവിതത്തിൽ വളരുന്നു. നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3 അധ്യായം, 1 Corinthians chapter 3 1 Corinthians chapter 3 verse 1-2. 1 Corinthians chapter 3 verse 1-2. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. But Paul is talking about to Corinthians, there are two type of people. രണ്ട് തരത്തിലുള്ള വ്യക്തി ജീവിതങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. I could not speak to you as to spiritual people but as carnal. So he is dividing the group. വീണ്ടും ജനിച്ച ദൈവമക്കളെ രണ്ടായിട്ട് തിരിക്കുകയാണ്. He is making it into two groups. The one is called a spiritual person, the other person is called എന്താണ് ആ വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നത്? What is the other person? ജഡികന്മാർ. ഒന്ന് ആത്മീയർ, മറ്റേത് ജഡികന്മാർ. രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ആത്മീയൻ അല്ലെങ്കിൽ ജഡികൻ. അപ്പോൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്, ദൈവസഭയിൽ വരുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ഈ വ്യക്തികളെ രണ്ട് പേരാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയരുടെ ഭക്ഷണ രീതി വേറെയാണ്, ജഡികൻ്റെ ഭക്ഷണ രീതി വേറെയാണ്. ജഡികൻ എന്താണ് ഭക്ഷിക്കുന്നത്? ജഡികൻ എന്താ ഭക്ഷിക്കുന്നത്? വാക്യത്തിലുണ്ട്, വായിച്ചേ. ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ,
ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ ജഡികർ എന്തോ കഴിച്ചേ? പാല് കുടിക്കേണ്ട ഒരു സമയമുണ്ട്, അത് കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ നിങ്ങൾ ജഡികരാണ്. നിങ്ങൾ എന്ത് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ? പാല് മാത്രമേ കഴിക്കാൻ പറ്റൂ. അപ്പം കാലം കൊണ്ട് നിങ്ങൾ വളർന്നായിരിക്കാം, പക്ഷേ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും നിങ്ങളുടെ ഭക്ഷണം എന്താണ്? പാലാണ്. അപ്പം ആത്മീയർ എന്ത് കഴിക്കും? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കും. മനസ്സിലായോ? കട്ടിയായിട്ടുള്ളതെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയ ആഹാരം. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാല് കുടിക്കാനേ പറ്റത്തുള്ളൂ. അതിന് മേളിലോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ദഹിക്കുകയില്ല. അന്ന് സാക്ഷ്യമോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് എന്ത് പറയും? കർത്താവ് ഈ പറഞ്ഞതുപോലെ കർത്താവ് സഹായിക്കും, കർത്താവ് നടത്തും, കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് ബലപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ മേളിലോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരനക്കവും ഇല്ല, കാര്യം ദഹിക്കത്തില്ല. അതുപോലെ തന്നെ 2 ഗ്രൂപ്പായിട്ട് അപ്പോസ്തലൻ പറയണ 2 ഗ്രൂപ്പുണ്ട്. ഈ ഒരു ഗ്രൂപ്പിനെ പറയുന്നത് ജഡീകർ, മറ്റേത് പറയുന്നത് ആത്മീയൻ. സഭയ്ക്കകത്തുള്ള കാര്യമല്ല, സഭയുടെ പുറത്തെ കാര്യമല്ല, സഭയ്ക്കകത്തുള്ള കാര്യമേ പറയുന്നത്. ഈ 2 ഗ്രൂപ്പ്. ഒരാൾ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആത്മീയരായിട്ടുള്ള, അപ്പം ഈ ജഡീകരുടെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ ഉടുപ്പ് കൊണ്ടോ വല്ലതൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മളിവരെ തിരിച്ചറിയുക? അടുത്ത വാക്യം അടുത്തായിട്ട് വായിച്ചേ. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡിയന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ ഇരിക്കെ നിങ്ങൾ ജഡിയന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ജഡിയനാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നേ? ഈർഷ്യ ഉണ്ടാവും, പിണക്കം ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ വളരെ സെൻസിറ്റീവാണ്. മനസ്സിലായോ? വളരെ സെൻസിറ്റീവാണ്. ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഈർഷ്യപ്പെടുന്നു, ചെറിയൊരു കാര്യത്തിന് തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനൊരു സ്പിരിച്വൽ ആത്മീയനായിട്ട് മനുഷ്യനാകട്ടോ, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ദ റിയാലിറ്റി അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നിങ്ങളിപ്പോഴും പിണക്കമുള്ളവരും ഈർഷ്യമുള്ളവരും ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു രോഗി ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ട്, ഞാനൊരു രോഗിയാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ആദ്യം സൗഖ്യത്തിലേക്ക് നടത്താൻ പറ്റുള്ളൂ. എനിക്ക് രോഗം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാകേണ്ട, ദിസ് ഈസ് മൈ പ്രോബ്ലം. ഞാനൊരു ജഡീകനാണ്, ഇപ്പോഴും എനിക്ക് ചെറിയ കാര്യത്തിൽ പോലും ഈർഷ്യ ഉണ്ടാകുന്നുണ്ട്, എനിക്ക് ചെറിയ കാര്യത്തിൽ പോലും പിണക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളെ തന്നെ എന്ത് വിളിക്കണം? ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് തന്നെ അറിയാം അല്ലേ? നമ്മൾ അതിനകത്തുണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ അറിയാം. സോ അതിനനുസരിച്ച് നമ്മൾ എന്നിട്ട് താഴോട്ട് വായിച്ചാൽ അടുത്ത വാക്യം വായിച്ചാൽ, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പം നിങ്ങൾ സാധാരണ മനുഷ്യരാണ്, ലൈക്ക് എ കോമൺ പീപ്പിൾ, ജസ്റ്റ് ലൈക്ക് ബീയിങ് എ കോമൺ പീപ്പിൾ. സോ വീണ്ടും ജനിച്ച ദൈവ പൈതൽ മുമ്പോട്ട് വളരണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ മുമ്പോട്ട് വളരാതെ ഇപ്പോൾ നമ്മൾ ആര് മാത്രമായി നിൽക്കുന്നു? ജഡീകരായി മാത്രമായി നിൽക്കുന്നു. നമ്മൾ നിൽക്കുന്നു. അതിൽ നിന്നൊന്ന് വളരണ്ടേ? ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കട്ടെ, ഡു യു ഹാവ് എൻ ഇൻട്രസ്റ്റ് ടു ഗ്രോ? അത് വളരണ്ടേ? അതോ നിങ്ങൾ വന്നപ്പോൾ ജനിച്ചപ്പോഴുള്ള അതേ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾ നിൽക്കുവാനാണോ നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യം? അതോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളിപ്പോൾ പാട്ടൊക്കെ പാടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ, കർത്താവെ ഞാനൊരു ജഡീകനായിട്ട് കർത്താവിനെ കാണണോ അതോ ഞാൻ ആത്മീയനായിട്ട് കർത്താവിനെ കാണണം? ഐ ഇൻട്രസ്റ്റഡ് ടു ഗ്രോ ഇൻ ദാറ്റ്. ഇവിടെ സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ കർത്താവിനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ കർത്താവിനെ കാണും എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവ്, ഞാൻ ഹൗ ഷുഡ് ഐ അപ്രോച്ച് ദ ലോർഡ് വിത്ത് ദാറ്റ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ 2 തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ഈ 2 തരത്തിൽ ഏതിൽ വേണമെങ്കിലും നമ്മുടെ ലൈഫ് നമുക്ക് ഓടി തീർക്കാം. ജഡികനായിട്ട് വരെ ലൈഫിൻ്റെ എൻഡ് വരെ നിങ്ങൾക്ക് ഓടി തീർക്കാം. നിങ്ങൾ ഈ ലോകത്തിലെ കാര്യമൊന്നും താഴോട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പന്നി എപ്പോഴും പന്നിക്ക് എങ്ങോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ? പന്നി താഴോട്ട് മാത്രമേ നോക്കി നടക്കുകയുള്ളൂ. എപ്പോഴാണ് പന്നി മേലോട്ട് നോക്കുന്നത്? പന്നിയെ കൊല്ലാൻ കൊണ്ടുപോകുമ്പം ഈ കമ്പയിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ അന്നേരം പന്നി മേളിലോട്ട് നോക്കുന്നത്. അന്നേരം അറിയുന്ന മേളിൽ ഇത്രയോ മനോഹരമായ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും കുനിഞ്ഞായിരുന്നു നടന്നതാണ്.
അപ്പോൾ പക്ഷേ ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്, ടൈം ഈസ് ഓവർ. അപ്പോൾ നമുക്കും ഇവിടെ വെച്ചിരിക്കുന്ന സമയങ്ങൾ ലിമിറ്റഡ് ആണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ കർത്താവ് നമ്മളോട് എപ്പോഴും ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിച്ചാൽ 2 Corinthians chapter 3 the last part 18-ാമത്തെ വാക്യം. 2 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, നമുക്ക് വി സി എ സാമ്പിൾ, ഒരു സാമ്പിൾ നമ്മൾ കാണുന്നു. എന്താണ് നമ്മുടെ സാമ്പിൾ? ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. ആ കർത്താവിൻ്റെ മഹത്വത്തിലോട്ട് നമുക്കൊരു ഒരു ചിത്രമുണ്ട്. മോശ പിതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ദൈവത്തെ കാണാനായിട്ട് മലയിൽ കയറി കർത്താവിൻ്റെ അടുക്കൽ സീനാമലയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ജനത്തെ കാണാൻ കഴിയാതെ വണ്ണം അവൻ്റെ മുഖം പ്രകാശിച്ചിരുന്നു. അന്നേരം പറഞ്ഞു മൂടുപടമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ ഗ്ലോറി നമ്മളുടെ ജീവിതങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ കർത്താവിൻ്റെ മഹത്വം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ചസ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മനസ്സിലായോ? അവിടെ പറയുന്ന ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കി. ഇറ്റ് ഈസ് ചേഞ്ചിങ് അസ് ഫ്രം ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ജസ്റ്റ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. വായിച്ചാൽ ഒന്നുള്ള വാക്യം. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. സോ ഫ്രം വൺ സ്റ്റേജ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് വി ആർ ഗോയിങ് ടു ഗ്രോ. അത് നമുക്ക് എപ്പോഴുള്ള പ്രോമിസ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വളരുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ ഈ വളർച്ചയുടെ കാര്യം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്നും നമ്മൾ ഒരേ സ്റ്റേജിലല്ല. ഗോഡ് വോണ്ട് അസ് ടു ഗ്രോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയ സഹോദരനോട് ചോദിക്കട്ടെ, ഇനിയിപ്പോൾ കുറച്ചൊരു 10-31 ദിവസത്തിന് ശേഷം നമ്മൾ ഈ വർഷത്തെ വിട്ടുപോകും. നമുക്കൊരു പുതിയ വർഷമൊക്കെ ദൈവം തരികയൊക്കെ ചെയ്യും. അന്നേരവും നമ്മൾ പറയും, എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷം കഴിഞ്ഞുപോയി, ഒരു വർഷം കൂടെ കഴിഞ്ഞുപോയി എന്ന് നമ്മൾ പറയും അല്ലേ? കഴിഞ്ഞുപോയി. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ക്യാൻ വി സേ ലോർഡ് ആർ വി ഗോയിങ് ബെറ്റർ? കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഈ വർഷം കർത്താവ് എനിക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവ് ഐ ആം ഗോയിങ് ക്ലോസർ ടു ദ ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിനോടുകൂടി അല്പം കൂടെ അടുത്ത് നടക്കുവാൻ ഈ വർഷം എന്നെ സഹായിച്ചു ദൈവം എന്ന് പറയാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസൊക്കെ ഇമ്പ്രൂവ് ആയെന്ന് എനിക്കറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊക്കെ ദൈവം മറുപടി തന്നു എന്നും എനിക്കറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് പറയാനായിട്ട് പറ്റിയ കർത്താവെ, അങ്ങയുടെ തേജസ്സിൽ നിന്നും അല്പം കൂടെ. കഴിഞ്ഞ വർഷം ഞാൻ തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം ഈർഷ്യപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ വർഷം പണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചാകുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവം എനിക്ക് വ്യത്യാസം തന്നു. അല്പം ഒത്തിരിയൊന്നുമില്ല, പക്ഷേ കുറച്ചെങ്കിലും എനിക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്. യെസ്, സംതിങ് ഈസ് ചേഞ്ചിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വന്നോ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാനായിട്ട് കഴിയുന്നുണ്ടോ? 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിന് 31-ാമത്തെ വാക്യം നമുക്ക് സ്ഥിരം വായിക്കുന്ന ഭാഗമാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. If we would judge ourselves. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരു പേപ്പറിനകത്ത് മടക്കി നിങ്ങൾ തന്നെ എഴുതാനായിട്ട് പറഞ്ഞു. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പറയും, ടെസ്റ്റൊക്കെ ഇട്ടേച്ച് പറയും, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പം ആർക്കും പ്രയാസമില്ല. ഇപ്പോൾ 10ൽ 10 കിട്ടിയവർക്ക് സന്തോഷം. 10 0 കിട്ടിയാലും വേറെ ആരും അറിയത്തില്ല. കാരണം അത് നമുക്ക് മടക്കി പോക്കറ്റിലിട്ട് വീട്ടിൽ പോകും, ആരും അറിഞ്ഞില്ല. പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട് അല്ലേ? ആ സത്യം ഒരിക്കലും വിസ്മരിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10ൽ 0 കിട്ടിയെങ്കിൽ അന്നേരം സന്തോഷിച്ചിട്ട് പോകാനല്ല, കർത്താവെ ഐ സ്റ്റിൽ ഹാവ് ടൈം ഫ്രം ദ ഫൈനൽ എക്സാമിനേഷൻ. എൻ്റെ വലിയ പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ച് സമയം കൂടെ ഉണ്ട് എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ ആ സ്കോർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. ആ ഫൈനൽ പരീക്ഷ വരും. ആ ഫൈനൽ പരീക്ഷ വരുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് സമയം ദൈവം തന്നിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ. പ്രിയ സഹോദരങ്ങളെ, ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങൾ ഇവിടെ പറയാണ്, ഇഫ് യു ജഡ്ജ് യുവർ സെൽഫ് ദെൻ ദർ ഇസ് നത്തിങ് ടു ജഡ്ജ് ദെയർ. മനസ്സിലായോ? ഒരു ദിവസം നിങ്ങളെ ജഡ്ജ് ചെയ്യും, പക്ഷേ നിങ്ങളെ തന്നെ സ്വയം ഇപ്പോൾ വിധിക്കുന്നെങ്കിൽ then there's nothing to judge. Everything is clear.
നമ്മുടെ അക്കൗണ്ട് ക്ലിയർ ആണെങ്കിൽ പിന്നെ ദർ ഇസ് നത്തിങ് ടു ജഡ്ജ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വിധിക്കാത്ത പക്ഷം, ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല, വി തിങ്ക് ഹൂ കെയർസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, one day you will have to stand before that king and that king will judge you. അപ്പോൾ ബാക്കി ഒന്നുകൂടെ വായിച്ചാട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കേട്ട മെസ്സേജ് നമ്മൾ വ്യക്തമായി നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മനസാക്ഷിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഹൗ വി കം ടു നോ അബൌട്ട് ഇറ്റ്. ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ ഡീവിയേറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, മോനെ ഈ ചെയ്തത് ശരിയായില്ല കേട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയായില്ല. വേണമെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കാം. വേണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അത് ഇഗ്നോർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് മാനസാന്തരപ്പെട്ട് പോകാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് വഴക്കുകളുണ്ടാകുമോ, അല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഉണ്ടായെന്നിരിക്കാം. ഉണ്ടായാൽ ആ ദിവസങ്ങൾ തന്നെ അത് സെറ്റിൽ ചെയ്യാനായിട്ട് മനസ്സ് വെക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അക്കൗണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചെറിയ തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനോട് ക്ഷമ ചോദിച്ച് നേരെയാകുവാനായിട്ട് മനസ്സും. ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റും? ലെറ്റ് us read 2 Samuel chapter 11. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരധ്യായം ഉണ്ടെങ്കിൽ 2 ശമൂവേൽ 11 അല്ലേ? നമുക്ക് 2 ശമൂവേൽ 11 അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളും ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കാത്തതുമായ ചില സംഭവങ്ങളാണ് ശരിക്കും 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 2 ശമൂവേൽ 11 അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്നത്. ഈ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. താൻ യുദ്ധത്തിന് പോയില്ല, താൻ റെസ്റ്റ് എടുത്തു. ആ ഒരു സമയത്ത് സംഭവിച്ച പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം അത് മറയ്ക്കാൻ വേണ്ടി ഊരിയാവിനെ കൊന്നതായിട്ട് നിങ്ങൾക്കറിയാം. അങ്ങനെ കൊന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യയെ, ഊരിയാവിൻ്റെ ഭാര്യയെ ബർശബയെ എടുത്ത് തൻ്റെ ഭാര്യ എന്നോണമാക്കി, തൻ്റെ കുഞ്ഞിനെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരും അറിഞ്ഞില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ച ദാവീദാണ് 11 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, പല ആവർത്തി കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. So that is where the sensitivity of our heart comes in our place. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വീണ്ടും ജനിച്ച ഏതൊരു ദൈവ പൈതലിനും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വാർണിംഗ് അവൈലബിൾ ആണ്. അപ്പം ഈ വാർണിങ്ങിനോട് ഒരു പക്ഷെങ്കിൽ ദാവീദ് നിരന്തരമായി അവഗണിച്ചുകൊണ്ട് ഈ കണ്ടിന്യൂസ്ലി ഇഗ്നോർഡ് ദ മെസ്സേജ്. ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഇമ്മൻസ്ലി മേഴ്സിഫുൾ. ദൈവം വളരെ ദീർഘമായിട്ട് ക്ഷമിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആരെയും എക്സ്പോസ് ചെയ്യാറില്ല, പക്ഷേ എക്സ്പോസ് ചെയ്യും. See, if you continue to sin like that, one day God will expose each one of. അത് ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആരും കറക്റ്റ് ചെയ്യാനില്ലല്ലോ, അവരല്ലേ ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ചിന്ത. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയ്യോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഹോദരങ്ങളൊക്കെ അറിയും, അപ്പം അതുണ്ട്. പക്ഷേ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പേടിയില്ലാതെ പോകുന്നൊരു ദിവസമുണ്ട്. പക്ഷേ ആരാണെന്ന് പറഞ്ഞാൽ, അത് ടീച്ചറാണെന്ന് പറഞ്ഞാലും കുട്ടിയാണെന്ന് പറഞ്ഞാലും, ഒരു ഡിസൈപ്പിളെ സംബന്ധിച്ചിടത്തോളം ദൈവം കുറേ കാലാവസരം കൊടുക്കും. ഏതൊരു വ്യക്തിക്കും നമ്മൾ കണ്ടെടുത്തോളം കാലം അനനിയാസ് സഫീറയ്ക്കൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ കൊടുത്തത്. പക്ഷേ അതും ഞാൻ പറയാം, ഐ നോ ദാറ്റ് ഇഫ് യു റിയലി ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് വൺ, ഗോഡ് സ്പീക്സ് ടു ഈച്ച് വൺ ഓഫ് ദം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടൊക്കെ കുഞ്ഞേത്. ഒരു വീഴ്ചയ്ക്ക് മുമ്പ് ചെറിയ വീഴ്ചകൾ അനേകം ഉണ്ടായി കാണും. അവിടെയൊക്കെ നമ്മളെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധിക്കാത്ത പക്ഷം ഒരു വലിയ വീഴ്ചയിൽ ചെന്ന് ചേരും. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ മുമ്പിലത്തെ ജീവിതത്തിൽ ഇഫ് യു സീ ഏക ഭാര്യ എന്നുള്ളൊരു കാര്യമൊന്നും സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുതിയ കൽപ്പനകളൊന്നും അല്ല. അത് രാജാക്കന്മാർക്കും ആപ്ലിക്കബിൾ ആണ്.
മനസ്സിലാകുന്നു. ഓരോ കാര്യങ്ങളിനകത്തും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വെൻ യു ആർ കെയർലെസ് യു ക്യാൻ കീപ് ഫോളോയിങ്. ആൻഡ് വെൻ ഇറ്റ് ഫോൾസ് ഇൻ സ്മോൾ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളത് സാരമില്ല കർത്താവെ കഴുകണമേ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാനസാന്തരം എന്നുള്ളൊരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. കർത്താവെ ഇനിയും ഞാൻ ആ വഴിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ കർത്താവ് കഴുകുന്നു, എന്ത് ചെയ്താലും കഴുകി വിടുവാണ് എന്നുള്ള നിലയിലല്ല. അതിൻ്റെ കൂട്ടത്തിൽ കർത്താവ് എനിക്ക് ഇനി നാളെ ഒരു അവസരം തന്നാൽ ഐ ഡു നോട്ട് വോണ്ട് ടു ഡു ദാറ്റ് എന്നുള്ളൊരു തീരുമാനവും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു തിരിച്ചു നടക്കമുണ്ട് ആ കാര്യത്തിൽ. There need to be you have to take a U-turn in your life that I'm not going to do that if the same opportunity comes again in my life. അതാണ് മാനസാന്തരം. അല്ലെങ്കിൽ എന്താണ് മാനസാന്തരം? അപ്പം there is something that you have to take seriously in your life. അപ്പം ചെറിയ വീഴ്ചകൾ സംഭവിച്ചപ്പോഴും ഒരു തെറ്റിലേക്ക് വീണു, ആ തെറ്റ് മറയ്ക്കാൻ അടുത്ത തെറ്റ് ചെയ്തു. അങ്ങനെ തെറ്റ് ചെയ്ത് അനേക തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ one day God decided to confront David. That is what we see in chapter 12 verse 1. Then the Lord sent Nathan. പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രവാചകനെ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ അയക്കാൻ വേണ്ടി ഒന്നും ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾക്ക് നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. When God have to send a special messenger to your life, സാധാരണഗതിയിൽ പറയുന്നത് മനസ്സിലാകാത്തൊരു കണ്ടീഷനിലാണ് നിങ്ങളുടെ അടുക്കൽ ഒരു മെസ്സഞ്ചറിനെ അയക്കേണ്ടതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം കേസിൽ ഒരു കൺഫർമേഷൻ എന്നുള്ള നിലയിൽ. പക്ഷേ നോർമലി സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മെസ്സഞ്ചറിൻ്റെ ആവശ്യമില്ല. എല്ലാ സത്യങ്ങളിലേക്കും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറച്ചിരിക്കുന്ന പക്ഷം നമ്മളോടുകൂടെ സംസാരിക്കുവാനായിട്ടൊരു പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ what happens? Then the Lord sent Nathan to David, and he came to him and said to him. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ അതും നിങ്ങൾക്കറിയാം, ഞാൻ അതൊന്നും എടുത്ത് സമയം എടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് ശേഷം സാധനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വേഴ്സ് 7 ഏഴാമത്തെ വാക്യം. Then Nathan said, ഏഴാമത്തെ വാക്യം 12:7. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അടുത്ത വാക്യം, ഞാൻ നിനക്ക് നിന്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യയെയും തന്നു, ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? Why have you despised? നീ എന്തുകൊണ്ട് യജമാൻ്റെ ഗൃഹത്തെയും നിന്റെ why have you despised the commandment of the Lord to do evil in his sight? അവൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ചെയ്യുവാൻ നീ എങ്ങനെ ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ നിരസിച്ചു എന്ന് പറയും. അപ്പം നിരസിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് സംഭവിച്ചപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായി കാണും ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അത്രയും കാലം കർത്താവ് മിണ്ടാതെയിരുന്നു. പ്രൈസ് ഗോഡ്. ഞാനതാ പറഞ്ഞത്, കർത്താവ് സമയങ്ങൾ തരും, പക്ഷേ ആ സമയങ്ങൾ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ദോസ് ആർ ടൈം ഫോർ us to repent. Praise God. Those are time for us to repent. And what if you don't repent? Then one day God will have to break it open and tell you the real truth about it. എന്നിട്ട് പറഞ്ഞു അടുത്ത വാക്യത്തിൽ verse 10, now therefore, verse 10, 10ാമത്തെ വാക്യം, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. That was the worst thing he could hear. വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. I tell you, towards the end of his life he had to have battles. അന്ന് വരെ സ്വസ്ഥത നടത്തിയിരുന്ന, അന്ന് വരെ ജയത്തോട് നടന്നിരുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം it was different from then onwards. Dear brothers and sisters, we heard Jacob was a different person, right? From the point of Peniel onwards, sun rose in his life. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം from this point onwards he had wars. Hallelujah. Who want to go in this way? കർത്താവ് ഇതിനു വേണ്ടി അല്ല പ്രിയ സഹോദരങ്ങളെ നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മൾ എന്തിനാണ് വിളിച്ചത്? ഫ്രം ഗ്ലോറി ടു ഗ്ലോറി,
മഹത്വത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുവാൻ. വൺ ഗ്ലോറി ടു അനദർ. ഒരു ജഡീകരായിട്ട് നമ്മളുടെ ജീവിതം തീർക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചത്, കർത്താവിൻ്റെ ഒരു സ്വഭാവമുണ്ട്. കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? കാൽവറിയിൽ അത്രയും കാര്യത്തിൽ കൂടി കടന്നു പോയപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും മറുത്ത്, ദൈവഹിതത്തിന് മറുത്ത് പറയാത്ത ഒരു യേശു ക്രിസ്തു. ആൻഡ് ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. അത് ജാതികൾ പോലും സാക്ഷ്യം പറഞ്ഞു, ഇത് സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് അവർ ലൈഫ്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നതോ ഞാൻ പ്രസംഗിക്കുന്നതോ പോലുമല്ല യഥാർത്ഥത്തിലെ അളവുകോൽ. ഐ ടെൽ യു, ബിലിയാമിനെക്കുറിച്ച് നമുക്കറിയാം. ആ ബിലിയാമിൻ്റെ കാര്യത്തെക്കുറിച്ച്, ബിലിയാം പ്രസംഗിച്ചതൊന്ന്, ശരിക്കും ചെയ്തത് വേറൊന്ന്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ബിലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രസംഗിക്കുന്നതൊന്നും ജീവിക്കുന്നത് വേറൊന്നും. ഇത് രണ്ടും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇറ്റ് നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ്. വാട്ട് എവർ വി ആർ സേയിങ് ഹിയർ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഈവൻ അറ്റ് ദ സീക്രട്ട്. രഹസ്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാര്യം ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ആയിട്ട് മൂവ് ചെയ്യുവാൻ. ഇപ്പോൾ യോഹന്നാൻ്റെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശിശുക്കളായിരുന്നു, അത് കഴിഞ്ഞ ശേഷം ബാല്യക്കാരായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്തായിരിക്കുന്നു? പിതാക്കന്മാരായിരുന്നു. അപ്പോൾ ദാറ്റ്സ് എ ഗ്രോത്ത് പ്രോസസ്സ്. അത് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് യു നോ ദ ലോഡ്, കർത്താവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയായി എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയായി തീരണം. പ്രിയ സഹോദരങ്ങളെ, ഒരു വാക്കിന് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. 2 Corinthians chapter 5 verse 9 to 10. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. Dear brothers and sisters, it is not pleasing ourselves but pleasing Him. It's different. Pleasing ourselves, pleasing God. This is 2 different positions. It's not easy. Paul was so clear. He said, one thing we have decided, I want to please Him. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ. ആ ഒരു മനസ്സോടുകൂടിയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്ത്. നത്തിങ് ഫോർ ഹിംസെൽഫ്. ഹി സെഡ് ഇറ്റ്സ് ഫോർ ദ ലോർഡ്. ആൻഡ് ദെൻ വേഴ്സ് 10, 10ാമത്തെ വാക്യത്തിൽ, വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഓൾ അപ്പിയർ. അത് ആരോടാണ് പറയുന്നത്? കൊരിന്ത്യരോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാതീയരായ വ്യക്തിജീവികൾ, നമുക്കറിയാം ജാതീയമായ ഒരു വ്യക്തിജീവിതകൾക്ക് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമെന്നൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നറിയാം. ജാതികൾ മാത്രമല്ല, all will have to go through the judgment. All will have to go through His judgment, right? Then whatever we have done, and that each one may receive the things done in the body according to what he has done. അവർ ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കുവാൻ. മനസ്സിലായോ? ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കുവാൻ. അപ്പം കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി എന്നുള്ള കാര്യം മാത്രമല്ല, കർത്താവിനെ അനുസരിക്കുകയും കർത്താവിൻ്റെ കൂടെ നടക്കുകയും ചെയ്ത വ്യക്തികൾക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും ഒത്തവണ്ണം പ്രാപിക്കുവാൻ. അക്കോർഡിംഗ് വാട്ട് ഹി ഹാസ് ഡൺ, വെദർ ഗുഡ് ഓർ ബാഡ്. നോയിങ് ദാറ്റ് therefore the terror of the Lord, we pursued men, but we are well known to God, and I also trust we are well known in your conscience. അപ്പം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ദൈവത്തിന് മാത്രമല്ല നിങ്ങളുടെ മനസാക്ഷിക്കും ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സൂക്ഷിക്കുന്നത്? വൺ ഡേ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതും ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ആ കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവേശുവിനുള്ളവന് ശിക്ഷാവിധി ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല, ക്രിസ്തുവില്ല. പക്ഷേ when they going to give us a reward, then whatever we do will be checked. കൊരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങളുടെ പണി എങ്ങനെയുള്ളതാണ് എന്ന് തീ കൊണ്ട് ശോധന ചെയ്യും. ആ തീ കൊണ്ട് ശോധന ചെയ്യുമ്പം ഇതെല്ലാം കൂടെ കത്തിപ്പോവുകയാണെങ്കിലോ? നമുക്കറിയാം, ഈ നെൽകൃഷി കഴിഞ്ഞ് നമ്മൾ ഈ വൈക്കോലെല്ലാം കൂടെ കൂട്ടിയിടും. അതിന് കാണാൻ ഭയങ്കര വലിയ സൈസൊക്കെ ആയിരിക്കും. പക്ഷെ ഒന്ന് തീ വെച്ചാൽ ഒന്നുമില്ല.
അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എണ്ണത്തിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരിയാണ്. പക്ഷേ വെറും കച്ചിത്തുരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യമില്ല. എന്നാൽ പ്രിയ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഒന്നുണ്ടാവണം, ഘനമേറിയതായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യക്തമായി കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന സ്റ്റെപ്പുകൾ എടുക്കുന്ന സഹോദരി സഹോദരങ്ങളായിരിക്കും. അത് എവിടെയാണ്? അത് ഇവിടുത്തെ കാര്യമല്ല. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങളെല്ലാം നല്ല സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ വീടുകളിൽ ആർ വി ലൈക്ക് ജീസസ്? യേശുവിനെ പോലെ ആണോ എന്നുള്ളൊരു കാര്യം. യേശുവിനെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പ്രവൃത്തി യേശുവിനെ പോലെ അല്ലാതായി. ലെറ്റ്സ് ഗോ ടു 1 ജോൺ 1 യോഹന്നാൻ അധ്യായം 1-ാം അധ്യായം. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് യേശുവിനെ പോലെ അല്ലാതായ ഒരു സാഹചര്യത്തിൽ വന്നു. വേഴ്സ് 9, 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. അവൻ വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ, if we confess our sin, he is faithful and just to forgive us our sins and to cleanse us. If we confess, if you go to the Lord and say, Lord, I'm sorry, I actually didn't want to do it, but things have not gone right, Lord, please forgive me and help me to come out of the whole those things. So he says, if you, that's what I said, അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ ആ നിലയിൽ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ആ നിലയിൽ ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തോട് മാത്രം പറഞ്ഞാൽ പോരാ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒരു 10 രൂപ ഒരാളുടെ നിന്ന് മോഷ്ടിച്ചെങ്കിൽ, എൻ്റെ ദൈവമേ ഞാൻ എന്നോട് ക്ഷമിച്ചേക്കണേ എന്ന് പറയും ദൈവത്തോട് മാത്രമല്ല, ആ 10 രൂപ മോഷ്ടിച്ച ആളോട് ഒരു കണക്കുണ്ട്, അതും തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ദർ ആർ സെറ്റിലിംഗ് അപ്വേർഡ്സ് ആൻഡ് സെറ്റിലിംഗ് ഹൊറിസോണ്ടലി ഓൾസോ ഹാവ് ടു ബി ദെയർ. ഇത് രണ്ടും നടക്കണം. വെൻ യു സേ കൺഫെസ് എന്ന് പറയുമ്പോൾ ഞാനങ്ങ് ദൈവത്തോടെല്ലാം അങ്ങ് പറഞ്ഞേക്കാം എന്നല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ചൗക്കുറ്റിക്കാരനും കൊടുത്തേച്ച് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, ദൈവം എനിക്ക് ക്ഷമിച്ചു, ദൈവം എന്നെ നീതിയുടെ വസ്ത്രം തന്ന് നടത്തി എന്ന് പറഞ്ഞു പോകരുത്. എന്തു ചെയ്യണം? ഹൊറിസോണ്ടലിയുള്ള റിലേഷൻഷിപ്പും സെറ്റ് റൈറ്റ് ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, വെൻ യു ഹാവ് സ്മോൾ അക്കൗണ്ട്സ്, വെൻ യു സെറ്റിൽ എവറിത്തിങ് ആൻഡ് വെൻ യു ക്രൈ ബിഫോർ ലോഡ്, ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ അവസ്ഥകളുമായി കർത്താവിൻ്റെ അടുക്ക് ചെന്ന്, കർത്താവെ ഞാൻ എൻ്റെ അവസ്ഥകളുമായി ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നു, എന്നെ സഹായിക്കണം. ദ ലോർഡ് വിൽ ഗീവ് അസ് ഗ്രേസ്. ദൈവം നമുക്ക് കൃപ തരും. നമ്മളെ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ തോറ്റിരിക്കുന്നു എന്നിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ എല്ലാ മേഖലകളും നമുക്കൊരു ചലഞ്ച് ആയിരിക്കത്തില്ല. എന്നാൽ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ചില മേഖലകൾ ചലഞ്ചായിരിക്കും. ആ ചലഞ്ച് ചെയ്യപ്പെടുന്ന മേഖലകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളുടെ ദൈവത്തോടുള്ള വിശ്വസ്തത ദൈവം നമ്മളെ അളക്കുന്ന ഓരോ സാഹചര്യങ്ങളാണ്. ചില മേഖലകളൊക്കെ പറയും, ചിലർ പറയും, ബ്രദർ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ് ഏരിയ, പ്രൈസ് ദ ലോർഡ്, ബട്ട് ബ്രദർ അനദർ ബ്രദർ പറയും, ബ്രദർ ഐ എം സ്ട്രഗ്ലിംഗ് വിത്ത് ദാറ്റ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. യെസ്, ഈച്ച് വൺ, എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും വ്യത്യാസമാണ്. പക്ഷേ നമ്മുടെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള തോറ്റുകൊണ്ടിരിക്കുന്ന മേഖല എന്തും ആയിക്കൊള്ളട്ടെ, ബട്ട് ദ ലോർഡ് ഈസ് കേപ്പബിൾ ഫോർ ഓൾ ദോസ് തിങ്സ്. ഏതൊക്കെ മേഖലയാണ് നമ്മൾ ബലഹീനരായിരിക്കുന്നെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന്, കർത്താവെ ഈ ബലഹീനത കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷ്യം, ക്രിസ്തു ഇങ്ങനെയല്ല, കർത്താവെ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല കാണിച്ച്, കർത്താവെ എനിക്ക് വ്യത്യാസപ്പെടുന്ന ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ ദൈവം നമുക്ക് വ്യത്യാസം തരും. കർത്താവ് നമ്മളെ നിർത്തും. കർത്താവ് നമ്മളെ ഉറപ്പുള്ള പാറമേൽ നിർത്തുമാറാക്കും. നമുക്കും സാക്ഷ്യം പറയാനായിട്ട് കഴിയും. യെസ് ലോർഡ്, you made me. You know, the battles, there are many battles you may be losing in the beginning, but when you cry to the Lord, Lord, it cannot be like this. And when Lord sees your cries, നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ, നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ദൈവം നിങ്ങളെ നിർത്തും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാം, യെസ്, ബിക്കോസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഐ എം സ്റ്റാൻഡിങ് ടുഡേ. യേശുവിനാൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്ന് സാക്ഷ്യം പറയുവാനായിട്ട്. അത് നമ്മുടെ ഗ്രേറ്റ്നെസ് അല്ല, കർത്താവിൻ്റെ കൃപയാണ്. കർത്താവ് നമ്മളെ നിർത്തും. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പോൾ കർത്താവ് നമ്മളെ കാണിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പം പെർഫെക്റ്റായിട്ട് കർത്താവ് കാണിച്ചു കൊടുത്തിട്ട്, യെസ്, ദിസ് ഈസ് ദ ഗ്ലോറി ഐ വോണ്ട് യു ടു അച്ചീവ്, ആൻഡ് ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ്. ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ്
ഗ്രേറ്റ് ഹൈറ്റ്സ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ അങ്ങോട്ട് വളരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഇതൊന്നും ഒരു വിഷയമല്ലാത്തുള്ള നിലയിൽ വെറും ജഡികരായി തീരുവാൻ നമ്മളിടയായിത്തീരും. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി മനസ്സ് വെച്ച് കർത്താവെ ഞങ്ങളെ സഹായിക്കണം, കർത്താവെ എന്നെ നീ ബലപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ സഹായിക്കണം, കർത്താവെ അതൊരു അനുഗ്രഹ വിഷയമാക്കണം. ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ.